നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജയ്സാൽമീറിലാണ്. ഇന്ത്യയുടെ അറ്റം എന്ന് പറയാവുന്ന പാകിസ്ഥാൻ ബോർഡറുള്ള സ്ഥലം. ഇവിടെ നമ്മൾ നിൽക്കുന്നത് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ 7XO ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയാണ്. 7XO ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ 7XOയുടെ പഴയ ഒന്ന് രണ്ട് രൂപങ്ങൾ കണ്ടു. അത് കണ്ടതിന് ശേഷമാകാം നമുക്ക് പുതിയ വാഹനം കാണുന്നത്. നാക്ക് കുഴയുന്നുണ്ട്, തണുപ്പ് കാരണം, വേറെ വിചാരിക്കരുത്. ഇതാണ് മ്യൂൾ എന്ന് പറയുന്ന സാധനം. അതായത് ഒരു വാഹനം നിർമ്മിച്ചു കഴിഞ്ഞ് അതിൻ്റെ ടെസ്റ്റിംഗ് നടത്തുന്നത് മ്യൂൾ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. ഇതിങ്ങനെ ഫുള്ളായിട്ട് മൂടി പൊതിഞ്ഞിട്ട് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. കേരളത്തിലൊക്കെ പല സ്ഥലങ്ങളിലും ഇതിങ്ങനെ ഓടി നടപ്പുണ്ടാവും. കാരണം ലക്ഷക്കണക്കിന് കിലോമീറ്ററാണ് ഈ ഒരു മ്യൂൾ അവസ്ഥയിൽ വാഹന കമ്പനികൾ ഈ വാഹനങ്ങൾ ഓടിക്കുന്നത്. കാരണം എന്തൊക്കെയാണ് ഇതിന് വരാവുന്ന പ്രശ്നങ്ങൾ, ഓരോ കാലാവസ്ഥയിലും ഓരോ ടെറൈനിലും ഒക്കെ എന്തൊക്കെ സംഭവിക്കാമെന്നൊക്കെ നോക്കി അതെല്ലാം റെക്ടിഫൈ ചെയ്തിട്ടാണ് ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത്. ഒന്നുകിൽ ഇതുപോലെ തുണി കൊണ്ട് മൂടി പോകും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇത്തരത്തിലുള്ള ഒരു ടെക്സ്റ്റൈഡ് ആയിട്ടുള്ള തുണി കൊണ്ട് മൂടി അങ്ങനെയായിരിക്കും സഞ്ചരിക്കുക. അങ്ങനെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിയ ശേഷമായിരിക്കണം നമ്മുടെ ഏറ്റവും പുതിയ 7XOയും എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ വാഹനങ്ങൾ, പുതിയ വാഹനങ്ങൾ വന്നാൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്ന സാധനം കിട്ടുന്നത് ഇതുപോലെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. എന്തായാലും ഫൈനൽ പ്രൊഡക്റ്റാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 7XO എന്ന് പറയുന്നത് 700യുടെ ഏറ്റവും പുതിയ രൂപമാണ്. 700 നമ്മൾ ഇന്നലെ ഇപ്പോൾ ഒരു വാക്ക് അറൗണ്ട് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ മഹീന്ദ്രയുടെ ഏറ്റവും മികച്ച വാഹനമായിട്ട് കരുതപ്പെടുന്ന ഒരു മോഡലാണ് 700. മഹീന്ദ്രയുടെ പഴയ വാഹനങ്ങൾക്കൊക്കെ ധാരാളം ഡ്യൂറബിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വന്നൊരു വാഹനമായിട്ടാണ് പൊതുവേ ജനങ്ങൾ 700യെ കാണുന്നത്. അതുകൊണ്ട് തന്നെ 700യുടെ പുതിയ രൂപം എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഈ കിടക്കുന്നതാണ് മ്യൂളിൽ നിന്നും ജന്മം കൊണ്ട ഏറ്റവും പുതിയ 7XO എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ധാരാളം മാറ്റങ്ങൾ നമ്മൾ ആ വാക്ക് റൗണ്ടിൽ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും വളരെ വിശദമായ ഒരു ടെസ്റ്റ് ഡ്രൈവിനാണ് നമ്മളിപ്പോൾ ഇന്ന് ഒരുങ്ങുന്നത്. അപ്പോൾ ജയ്സാൽമീറിലെ ഗംഭീരമായ റോഡുകളിലൂടെയൊക്കെ ഓടിച്ച് എങ്ങനെയുണ്ട് 7XO എന്ന് വിലയിരുത്താൻ വേണ്ടിയുള്ള പരിപാടിയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നല്ല തണുപ്പാണ്, ഒരു 5 ഡിഗ്രിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് വെയിൽ വന്നത്. രാവിലെ നല്ല മിസ്റ്റായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയാൽ കാണാത്ത മിസ്റ്റായിരുന്നു. എന്നാലും ഇപ്പം സൂര്യഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ്, വെയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ആകെ 140 വാഹനങ്ങളുണ്ട്. അതായത് 140 മീഡിയ പങ്കെടുക്കുന്ന ഒരു വമ്പൻ മീഡിയ ഡ്രൈവാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ ആലോചിച്ചത്, ഇങ്ങനെയുള്ള ഒരു മീഡിയ ഡ്രൈവ് 140 മീഡിയ വരുന്നു, അതോടൊപ്പം തന്നെ മഹീന്ദ്രയുടെ ഒഫീഷ്യൽസും, പിന്നെ ഈ 140 വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവരണമെങ്കിലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര ഡ്രൈവേഴ്സ് വേണം, അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ എത്ര വിപുലമായ സജ്ജീകരണങ്ങൾ വേണം ഈ ഒരു പരിപാടി നടത്തിയെടുക്കണമെന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ എന്തായാലും അങ്ങനെ വലിയൊരു പരിപാടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മഹീന്ദ്ര 7XOയുടെ മീഡിയ ഡ്രൈവിലേക്ക് ജയ്സാൽമീറിൽ നിന്നും സ്വാഗതം. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ ഈ കൊച്ചിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ആപ്പാടെ നമുക്കുള്ള ഒരു കുഞ്ഞു റോഡാണ് കളമശ്ശേരിയിൽ. ഇവിടെ എത്ര വിശാലമായ റോഡാണ്. ഇവിടെയൊക്കെ ഈ ട്രാവൽ വ്ളോഗും അതുപോലെ തന്നെ ഈ ഓട്ടോമൊബൈൽ വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് യാതൊരു ക്ഷാമവും ഇല്ല റോഡിനെന്നുള്ളത് ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ഇത്രയും ഗംഭീരമായ ഒരു റോഡ് നമുക്ക് വേണ്ടി നിർമ്മിച്ചിട്ട് രാജസ്ഥാൻ സർക്കാരിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഏറ്റവും പുതിയ 7XOയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ 7XOയെ പറ്റി പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ എഞ്ചിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെപ്പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഏറ്റവും പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്ററിനെ പറ്റി പറയുന്ന ചില കാര്യങ്ങൾ പറയാം. കാരണം ഇതിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡോൾബി അറ്റ്മോസ്, ഡോൾബി വിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. അതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഭവമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. കൂടാതെ വേണമെങ്കിൽ ചാറ്റ് GPT, അലക്സ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാഹനങ്ങളെന്ന് പറയുന്നത് സഞ്ചരിക്കുന്ന ഗാഡ്ജറ്റുകളാണ് എന്ന് പറയുന്നതിനെ വീണ്ടും വീണ്ടും സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് പുതിയ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നമുക്കറിയാവുന്ന പോലെ 2021 ഈ വാഹനം 700 എന്നുള്ള പേരിൽ ആദ്യമായിട്ട് വിപണിയിലെത്തിയത്. 3 ലക്ഷം യൂണിറ്റുകൾ വിറ്റു എന്ന് മാത്രവുമല്ല, വേറെ ഞെട്ടിക്കുന്ന സംഭവം കൂടിയുണ്ട്. അതായത് 50,000 കോടി രൂപയാണ് ഈ വാഹനം വിറ്റയിലൂടെ, അതായത് 700 വിറ്റയിലൂടെ മഹീന്ദ്ര സ്വന്തമാക്കിയത്. എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ റവന്യൂ ആണ് ഈ ഒരു വാഹനം നേടിക്കൊടുത്തതെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ മഹീന്ദ്രയുടെ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ എന്ന് പറയുന്നത് മഹീന്ദ്രയെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു മോഡൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുമ്പോൾ മഹീന്ദ്ര വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ മാത്രമല്ല, ഞെട്ടിക്കുന്ന ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഇതിൻ്റെ വില പ്രഖ്യാപിക്കുകയുണ്ടായി. 13.66 ലക്ഷം രൂപയിലാണ് വില ആരംഭിക്കുന്നത്. അതായത് ഇതിൻ്റെ ഏറ്റവും എൻട്രി ലെവൽ പെട്രോൾ മാനുവൽ വേരിയൻറ്റ്. പക്ഷേ അതിൽ പോലും ഉണ്ട്
ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന 3 വലിയ സ്ക്രീനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതിലും കൊടുത്തിട്ടുണ്ട്. 72 സേഫ്റ്റി ഫീച്ചേഴ്സ് അതും എല്ലാം തന്നെ ഈ ഒരു 13.66 ലക്ഷം രൂപയുടെ മോഡലിലുണ്ട്. അങ്ങനെ ഒട്ടും മോശമല്ലാത്ത രീതിയിലാണ് എൻട്രി ലെവൽ മോഡൽ പോലും വന്നിരിക്കുന്നത്. ഈ എക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, 7XO, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടട്ടെ എന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ ഫീച്ചർ റിച്ച് ആയിട്ടാണ് ഈ ഒരു വാഹനത്തെ കമ്പനി നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. എന്തായാലും ഒട്ടും മോശം പറയാനില്ല. നമ്മളിപ്പം കാര്യമായ രീതിയിലൊന്ന് ഓടിക്കുകയുണ്ടായി. നല്ല ഗംഭീരമായ ഒരു സസ്പെൻഷനും അതുപോലെ തന്നെ ഗംഭീരമായ എഞ്ചിനിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ പോലും. മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ സസ്പെൻഷൻ പാടെ മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ ഇന്നലെ നമ്മൾ കാണിച്ച വീഡിയോയിൽ പണ്ട് റോൾസ് റോയ്സിൻ്റെയൊക്കെ വീഡിയോ കാണിക്കുന്ന പോലെ 2, 3, 4 ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ട് ഓടിച്ചു പോകുമ്പോൾ ഗ്ലാസ്സിലെ വെള്ളം തുളുമ്പി പോകാതെയൊക്കെ പോകുന്ന സംഭവം കണ്ടു. എന്തായാലും സസ്പെൻഷൻ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഓടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളെപ്പറ്റി ഞാൻ കൂടുതൽ പറയാം. അപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങളിൽ പ്രധാനമായിട്ടും എക്സ്റ്റീരിയറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും ഇൻറ്റീരിയറിൽ പാടെ മാറിയ കാര്യങ്ങളുമൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ജയ്സാൽമീറിലെ ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ നിന്നുകൊണ്ട് പറയാവുന്ന ചൂടായ ചില കാര്യങ്ങളാണ്, വളരെ ചൂടൻ വാഹനത്തെ പറ്റിയുള്ള വിവരങ്ങളാണ്. അപ്പോൾ 700 ബേസിക് രൂപത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്നാൽ പ്ലാറ്റ്ഫോമിൽ മാറ്റമില്ല, എഞ്ചിനിൽ മാറ്റമില്ല, അത്തരം മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പ്രധാനമായിട്ടും മാറ്റം സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന പോലെ ഗ്രില്ലിൻ്റെ കാര്യത്തിലാണ്. ഗ്രില്ല് കുറച്ചുകൂടെ ഭംഗിയുള്ളതായി. ഇതിനു മുമ്പുള്ള മോഡലിൽ അത്ര ഭംഗിയുള്ളതായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ഭംഗിയുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ ഇതിൽ ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. നടുവിൽ സ്റ്റീൽ ഫിനിഷിൽ മഹീന്ദ്രയുടെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. താഴേക്കുള്ള ഭാഗത്തും കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷ് വന്നു. താഴെയായിട്ട് അലൂമിനിയം ഫിനിഷുള്ള ഒരു ലോവർ ഭാഗം വന്നു. ഇവിടെ ഐസ് ക്യൂബ് രീതിയിലുള്ള ഫോഗ്രാമ്പാണ് വന്നിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അതങ്ങനെ ഭംഗിയായിട്ട് അവിടെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്നുമുണ്ട്. ഇവിടെ 2 എലമെൻറ്റുകളുള്ള ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, LED പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ടേൺ ഇൻഡിക്കേറ്ററൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു സീക്വൻഷ്യൽ ടൈപ്പ് വന്നു. ഈ ഒരു DRLൻ്റെ രൂപം എന്ന് പറയുന്നതായിരുന്നു ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു കാര്യം. അത് അതേപടി നിലനിർത്തിയിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോഴും ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമൊക്കെ കൊടുത്തിട്ട് ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നല്ല ഷാർപ്പും നല്ല ഭംഗിയുള്ളതുമായി. എന്തായാലും കട്ടുകൾ, ക്രീസുകൾ, അത്തരം കാര്യങ്ങളെല്ലാം നിലനിർത്തിയിട്ടുണ്ട്. കാരണം ഒരു അത്ലറ്റിക് ഡിസൈൻ രീതി എന്നാണ് കമ്പനി പറയുന്നത്. അതേപടി തന്നെ നമുക്ക് കാണാനുമുണ്ട്. അതുപോലെ വളരെ ഹെവി ആയിട്ടുള്ള ബോണറ്റ് ബൾജൊക്കെയാണ് കാണുന്നത്. അതും ഒക്കെ ഭംഗിയായി നിലനിർത്തിയിട്ടുണ്ടെന്ന് പറയാം. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും മാറ്റം വന്നിരിക്കുന്ന ഈ 9 ഇഞ്ച് അലോയ് വീലിൻ്റെ രൂപത്തിനാണ്. അത് ബ്ലാക്കും സ്റ്റീൽ ഫിനിഷും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ക്ലാഡിംഗ് ഉണ്ട്. ആ ക്ലാഡിംഗ് എന്ന് പറയുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആയതുകൊണ്ട് ഈ നിറവുമായതുകൊണ്ട് കൃത്യമായും വേർതിരിഞ്ഞ് നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് അത് പിൻഭാഗത്തേക്ക് അങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ഇതിപ്പോൾ AX7L എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റാണ്. ഇതിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് ഈ ഫ്ലഷ് ഡോർ ഹാൻഡിൽ അതൊക്കെ എല്ലാത്തിലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ കീ കയ്യിലുണ്ടെങ്കിൽ ഇത് തന്നെ ഓപ്പൺ ആകുന്ന കാര്യങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ മോഡലിൽ. സൈഡ് വ്യൂ മിറേഴ്സിനും ബ്ലാക്ക് ഫിനിഷാണ്. അതിൽ ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു. സൈഡ് പ്രൊഫൈൽ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് പിന്നെ ഉള്ളത് ഈ ഒരു ഗ്രാബ് റെയിലാണ് മേൽഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. സൈഡ് പ്രൊഫൈൽ ഈ ഒരു ഭാഗമാണ് എനിക്ക് ഏത് കാലത്തും, അത് 500 700 ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നൊരു കാര്യം. അത് നിലനിർത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും ഉയർന്നു വരുന്ന ഈ ഒരു രീതി അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അത് വളരെ ബോൾഡായിട്ടുള്ളൊരു സ്റ്റാൻസ് സൈഡ് പ്രൊഫൈലിൽ കൊടുക്കുന്നുമുണ്ട്. എന്തായാലും അതൊക്കെ നിലനിർത്തിയിരിക്കുന്നു. പിന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. സി പില്ലറിൽ ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഷാർഫിൻ ആൻറ്റിന, ഇവിടെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, പിന്നെ ഡീഫോഗർ, പിന്നെ ഈ കാണുന്ന വൈപ്പർ. ഇത്രയുമാണ് നമുക്ക് പിൻഭാഗത്ത് പ്രധാനമായിട്ടും കാണാവുന്നത്. പിന്നെ ഇവിടെ നീണ്ട സ്ട്രിപ്പൊന്നും കൊടുത്തിട്ടില്ല, LED സ്ട്രിപ്പൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ മനോഹരമായ ഒരു LED ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നു. അതങ്ങനെ ബൾജ് ചെയ്ത് സൈഡിലേക്ക് നിൽക്കുന്നുണ്ട്. AX7L എന്നുള്ള ബാഡ്ജിങ് ടോപ്പിൻ്റെ മോഡലാണെന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ ഇവിടെ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പുതിയ ബാഡ്ജിങ് XUV7XO എന്നുള്ള അവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ആയിട്ടൊരു ചെറിയ എലമെൻ്റൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ എലമെൻ്റ് ഉണ്ട്. താഴെയായിട്ട് ഒരു ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗവും കൊടുത്തിരിക്കുന്നു. ഇത്രയുമാണ് പിൻഭാഗത്ത് പറയുന്നത്. പിൻഭാഗത്തിൻ്റെ രൂപത്തിലൊക്കെ ചെറിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അതും വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന മസിൽ പവറിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് ഭംഗിയുള്ള എലമെൻറ്റ്സ് കൂടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ മോഡലിൽ. എന്തായാലും ബൂട്ട് സ്പേസ് ഒന്നും മാറ്റമില്ല. കാരണം മറ്റ് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ പ്ലാറ്റ്ഫോമിലൊന്നും. അതുകൊണ്ട് ബൂട്ട് സ്പേസ് ഒന്നും മാറ്റമില്ല. ഇതിപ്പോൾ ഒരു 7 സീറ്ററാണ്. 7 സീറ്ററിൽ എല്ലാ സീറ്റുകളും തുറന്നു വയ്ക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ സ്പേസ്. പക്ഷേ നമുക്കിതെല്ലാം മടക്കി വെച്ച് കൂടുതൽ സ്പേസ് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. പിന്നെ ഇത് ഇലക്ട്രിക്കലി അല്ല ഫോൾഡ് ചെയ്യുന്നതെന്നുള്ളൊരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. അത് വലിച്ച് തന്നെ അടയ്ക്കണം എന്നുള്ളതാണ്. എന്തായാലും രൂപത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ കുറച്ച് ഭംഗിയുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, ഒരു സൗന്ദര്യപരമായ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് പറയാം. കൂടുതൽ സൗന്ദര്യം തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഇത്രയും അധികം വിറ്റൊരു വാഹനമാകുമ്പോൾ ഇതിൽ തൊടുന്നത് വളരെ സൂക്ഷിച്ച് വേണമെന്ന് മഹീന്ദ്രയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ബേസിക് രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള മാറ്റങ്ങൾ
കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ നമ്മൾ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ ക്യാമറകളും സെൻസേഴ്സും ഒക്കെ എല്ലാ ഭാഗങ്ങളിലും കാണുകയും ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയർ കാണാം. ഇൻറ്റീരിയറാണ് പാടെ മാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വോക്ക് അറൗണ്ട് വീഡിയോ ചെയ്തെങ്കിലും അവിടുത്തെ ലൈറ്റും ഇരുട്ടും ഒക്കെ കാരണം നിങ്ങൾക്ക് കൃത്യമായും ഇൻറ്റീരിയർ കാണാൻ പറ്റിയില്ലെങ്കിൽ ഇതാണ് ഇൻറ്റീരിയർ. കണ്ടോളുക. ഇപ്പോൾ ഇൻറ്റീരിയറിൽ പുതിയ കളേഴ്സ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. അതിലിവിടെ വന്നിരിക്കുന്ന ഈ ഒരു മഡിൻ്റെ നിറമുള്ള ഈ ഒരു നിറം രസമായിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയായിട്ട് ഈ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ബീജ് ലൈറ്റ് ബീജ് നിറമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചെളിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെളിയാക്കും, അതിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഈ നിറം എന്ന് പറയുന്നത് ടാൻ ബ്രൗണിൽ നിന്ന് വ്യത്യസ്തമായ നിറമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല പ്രീമിയം ലുക്കുള്ള ഒരു നിറമാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും ഈ വാഹനത്തിൽ കയറുമ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നീട്ടി പരത്തി കൊടുത്തിരിക്കുന്ന ഈ 3 സ്ക്രീനുകളാണ്. 31.24 സെൻറ്റിമീറ്ററിൻ്റെ 3 സ്ക്രീനുകൾ നീട്ടി കൊടുത്തിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും അവിടെ പാസഞ്ചർക്കും ഉണ്ട് ഒരു സ്ക്രീൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ യൂട്യൂബ് കാണുകയോ സിനിമ കാണുകയോ എന്ത് കാര്യങ്ങളും ചെയ്യാം. ഇതിലൊരു ഫിൽറ്റേർഡും കൂടിയാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ അതിൽ കാര്യമായിട്ട് ഒന്നും കാണാൻ സാധിക്കില്ല, ഒരു ബ്ലാക്ക് സ്ക്രീനേ ഉള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഡ്രൈവറുടെ അറ്റൻഷൻ അതിലേക്ക് പോകുന്നില്ല. എങ്കിൽ പോലും ഇതിന് വെന്യൂ സ്കോപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് കേട്ടോ. അതായത് ഫുൾ സ്ക്രീനിൽ വേണമെങ്കിലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ലൈവായിട്ടൊക്കെയുള്ള സ്പോർട്സ് അത്തരം കാര്യങ്ങളൊക്കെ ഈ സ്ക്രീൻ വരെ ഇവിടം വരെയുള്ള ഒരു ലൈവ് സ്ക്രീനിൽ കാണാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഡോൾബി അറ്റ്മോസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പക്ക ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഇത് കിട്ടുക. ഡോൾബി വിഷനും ഉണ്ട്, അതുകൊണ്ട് വൈഡായിട്ടുള്ള നമുക്ക് വിഷ്വലൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അഡ്നോക്സ് എന്ന് പറയുന്ന മഹീന്ദ്രയുടെ ആ ഒരു സോഫ്റ്റ്വെയറിൽ അത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അലക്സ ഉണ്ട്. പിന്നെ ചാറ്റ് GPT എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അതും അദ്ദേഹത്തോട് ചോദിക്കാനുള്ള സൗകര്യം, അത്ര എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും സ്ക്രീനിലാണ് ഒതുക്കിയിരിക്കുന്നുള്ള മറ്റൊരു കാര്യം. താഴേക്കൊന്നും വരുമ്പോൾ സ്വിച്ചുകളൊന്നും ഫിസിക്കൽ സ്വിച്ചുകളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ നോക്കി തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഹോമിലേക്ക് പോവുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും പോലുള്ള കാര്യങ്ങളെല്ലാം വയർലെസ്, പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഓഡിയോ സെറ്റിങ്സ്, നാവിഗേഷൻ, പിന്നെ ആപ്പുകൾ ഇഷ്ടംപോലെ ആപ്പ്, അലക്സ, ആംബിയൻ ലൈറ്റ്, ആപ്പ് സ്റ്റോർ, ഡോക്യുമെൻറ്റ്സ്, ഡ്രൈവ് മോഡുകൾ, ഡ്രൈവ് അസിസ്റ്റൻസ്, ഫൺ ആൻഡ് വർക്ക്, ഹോറോസ്കോപ്പ്, എല്ലാ കാര്യമുണ്ട്. രാവിലെ വണ്ടി എടുത്ത് പോകുന്നതിന് മുമ്പ് എന്തുണ്ടെന്ന് അന്നത്തെ ജാതകദോഷം വല്ലതും ഉണ്ടോ നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയുള്ള ഹോറോസ്കോപ്പ്, ഇന്ത്യയുടെ ന്യൂസ് അപ്ഡേറ്റ്, ജിയോ 7 സറൗണ്ട് വ്യൂ അതൊന്നും കണ്ടേക്കാം. 540 ഡിഗ്രി സറൗണ്ട് വ്യൂ എന്നാണ് കമ്പനി പറയുന്നത്. അതായത് 360 ഒക്കെ പണ്ടത്തെ കഥ 540 ആണ്. അത് എല്ലാ തരത്തിലുള്ള വ്യൂകളും കിട്ടുന്നുണ്ട് എന്ന് തന്നെയല്ല, ഇപ്പം ഇതിൻ്റെ മുൻഭാഗത്തെ ഈ വ്യൂ എന്ന് പറയുന്നത് കുറേ കൂടി 20% വൈഡർ ആക്കിയിട്ടുണ്ട്. അപ്പം അഡാസിൻ്റെ ഫീച്ചേഴ്സ് കുറച്ചുകൂടി വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഗംഭീരമായൊരു സംഭവം തന്നെയെന്നാണ് പറയേണ്ടത്. പിന്നെ ഹാമൻ ഗാർഡൻ്റെ ഒരു 16 സ്പീക്കറും സബ് വൂഫറും എല്ലാം കൂടി ഒരു കിടിലൻ മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ആംബിയൻ ലൈറ്റിംഗ് എന്ന് പറയുന്ന AX7L എന്ന് പറയുന്ന ഈ ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ 15 മില്യൺ കളേഴ്സ് നമുക്ക് ഇതിൻ്റെ അത് മിക്സ് ചെയ്തൊക്കെ ഉപയോഗിക്കാം, നമുക്ക് ഇഷ്ടമുള്ള കളർ. എന്ന് തന്നെയുമല്ല മുൻഭാഗത്തൊരു കളർ പിൻഭാഗത്ത് നോക്കി മറ്റൊരു കളർ എന്നൊക്കെയുള്ള രീതിയിലുള്ള ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു വിപ്ലവകരമായ സംഭവമായിട്ട് തന്നെയാണ് പറയേണ്ടത്. അതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പം അത് ഒരു വലിയ സംഭവം തന്നെയാക്കി നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും ഈ ഒരു വലിയ സ്ക്രീനിനെ. അത് മഹീന്ദ്രയുടെ ഒരു വലിയ നേട്ടമായിട്ട് നമുക്ക് കാണാനുമുണ്ട്. എന്ന് തന്നെയുമല്ല ഇതൊരു പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ പവേർഡാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പീഡും അതിൻ്റെ ക്ലാരിറ്റി അത്തരം കാര്യങ്ങളെല്ലാം വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അത് കമ്പയർഡ് ടു XUV 700 എന്നാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ഏതെങ്കിലും IT എഞ്ചിനീയറൊക്കെ വന്നിരുന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് മനസ്സിലായ കാര്യം ഇതൊക്കെയാണ് എന്നാണ് പറയേണ്ടത്. എന്തായാലും അതിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ AC വെൻറ്റുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ്. ഇവിടെ വീണ്ടും ഡ്രൈവ് മോഡുകൾ സ്വിച്ചൊക്കെ കാണാം. ഡ്രൈവ് മോഡിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം.
അപ്പോൾ ഇതിൽ ഡ്രൈവ് മോഡ് സിപ്പ്, സാപ്പ്, സൂം, കസ്റ്റം തുടങ്ങിയ ഡ്രൈവ് മോഡുകൾ അതൊക്കെയാണ് കാണുന്നത്. ഇവിടെ വീണ്ടും ക്യാമറയുടെ സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ടച്ച് സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വയർലെസ് ചാർജിങ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. 65 വാട്ടിൻ്റെ ഉൾപ്പെടെയുള്ള ചാർജിങ് പോർട്ടുകളും കൊടുത്തിരിക്കുന്നു. ഇവിടേക്ക് വരുമ്പോൾ ഇത് ഡീസൽ ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ഓടിക്കുന്നത്. അതിൻ്റെ ഗിയർ ലിവർ അതിൽ ലെതർ റാപ്ഡായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും ഓട്ടോ ഹോൾഡും കൊടുത്തിരിക്കുന്നു. ഇതുപയോഗിച്ച് നമുക്ക് ഇതിലെ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ സ്ക്രീനിൻ്റെ കാര്യത്തിൽ സ്ക്രീനിൻ്റെ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം. അതുപോലെ 2 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ്. അതിൻ്റെ സ്വിച്ചുകളൊക്കെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഹോം പേജിലേക്ക് പോകണമെങ്കിൽ അത് ചെയ്യാം. കൂടാതെ ഇതിൽ വെഹിക്കിൾ ആയിട്ട് ബന്ധപ്പെട്ട ആപ്പുകൾ, മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് അത്തരം ആപ്പുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഈ ഒരു സ്വിച്ച് ഇവിടെ ഉപയോഗിക്കാം. പിന്നെ ഇവിടെ സൗണ്ട് മ്യൂട്ടാക്കാനും വോളിയം കൂട്ടാനും അതിനും നമുക്ക് ഈ ഒരു സ്വിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ആദ്യമായിട്ടാണെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കീ. അതിൽ വലിയ സംഭവമൊന്നുമില്ല, സാധാ കീ ആയിട്ട് കണക്കാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ഒരു പിയാനോ ബ്ലാക്കാണ്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇഴുകിച്ചേർന്നൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല ഗംഭീരമായ ഒരു ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അതും കൊടുത്തിട്ടുണ്ട്. ഇത് ചിൽഡാണ് ഈ ഒരു ഭാഗം എന്നുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സാധനം തണുപ്പിച്ച് സൂക്ഷിക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഗ്ലോ ബോക്സിലേക്ക് പോകാം. ഈ ഗ്ലോ ബോക്സിൽ എന്തൊരു തുണി ഇരിക്കുന്നത്? ഇത് ക്ലീൻ ചെയ്യുന്ന തുണിയുണ്ട്. ഞാൻ വിചാരിച്ചു വല്ല MLA കട്ടുകൊണ്ട് വന്ന ജെട്ടി വല്ലതാണ്. അതല്ല. എന്തായാലും ജെട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ MLA പോലുള്ള വലിയ പദവിയിലുള്ളവർ പോലും അടിച്ചു മാറ്റുന്ന കാലം. അതുകൊണ്ട് എന്ത് സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ളൊരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പാഴ്സൽ ട്രേ ഉള്ള കാര്യവും കൊടുത്തിട്ടുണ്ട്. ഭദ്രമായിട്ട് അടച്ചു വെച്ചേക്കാം. പിന്നെ സീറ്റിലേക്ക് വരുമ്പോൾ നല്ല കുഷനിങ്ങുള്ള സീറ്റാണ്. നല്ല വെൽ പാഡഡ് എന്നാണ് പറയേണ്ടത്. തന്നെയുമല്ല ഇത് ഈ ഒരു ഏറ്റവും ടോപ്പിൻ്റെ മോഡലിൽ ഇത് വെൻറ്റിലേറ്ററാണ്. അത് ഇവിടെ മാത്രമല്ല, പിൻഭാഗത്തെ സീറ്റും വെൻറ്റിലേറ്ററാണെന്നുള്ളൊരു ഗംഭീര സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തേക്ക് ആ ഒരു ഡിസൈൻ രീതികളൊക്കെ നല്ല രസമായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ 2 ബോട്ടിലൊക്കെ സുഖമായിട്ട് വയ്ക്കാവുന്ന അത്രയും സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടല്ലോ, അതവിടെ ഈ പണ്ടല്ല ഇപ്പോഴും ബെൻസ് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മഹീന്ദ്ര കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ കാണുന്നത്. പിന്നെ 6 വേ അഡ്ജസ്റ്റബിൾ സീറ്റാണ് ഡ്രൈവർ സീറ്റ് കൊടുത്തിരിക്കുന്നത്. ആ സീറ്റാണെങ്കിലും ഈ ടോപ്പിൻ്റെ മോഡലിലെ പാസഞ്ചർ സീറ്റും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കൊടുത്തിരിക്കുന്നു. അതും ഒരു ഗംഭീര കാര്യമാണ്. പിന്നെ ഇനി സൺറൂഫിലേക്ക് വരുമ്പോൾ വിശാലമായി തുറക്കാവുന്ന പനോരമിക് സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ ഈ ഗ്ലാസ് എന്ന് പറയുന്നത് 6% കൂടുതൽ ചൂടിനെ കടത്തിവിടാത്തതും അതങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ UV ട്രീറ്റുകൾ അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ചൂടകത്തേക്ക് വരുന്നില്ല. സത്യമാണ് കേട്ടോ, ഇപ്പോൾ തൊടുമ്പൊന്നുമില്ല, ചൂട് വരുന്നില്ല. പക്ഷേ ജയ്സാൽമീർ ഇപ്പം 5 ഡിഗ്രി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കൂടെ ആയിരിക്കാം. എന്തായാലും അതും മോശമല്ലാത്ത കാര്യം എന്നാണ് പറയേണ്ടത്. പിന്നെ സ്റ്റിയറിംഗ് വീൽ നല്ല ഭംഗിയുള്ള സ്റ്റിയറിംഗ് വീൽ കേട്ടോ. 2 സ്പോക്കാണ്. ശരിക്കും സിംഗിൾ സ്പോക്ക് എന്നാണ് പറയേണ്ടത് അല്ലേ, ഒറ്റ സാധനമല്ലേ ഉള്ളൂ. എങ്കിൽ പോലും 2 സ്പോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ മുന്നിൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഈ ഒരു മീറ്റർ കൺസോൾ കാണാം. അതിലെ ലെറ്റേഴ്സൊക്കെ എത്രത്തോളം ബ്രൈറ്റ് ആണെന്നുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അതെല്ലാം ഏറ്റവും പുതിയ ഈ ഒരു പ്രോസസ്സർ പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. അതെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. അതിൽ വേണ്ട എല്ലാ ഇൻഫർമേഷനും കാണാം. അതുപോലെ തന്നെ ഡ്രൈവ് മോഡിൻ്റെ സാപ്പ് എന്നുള്ള മോഡിൽ കിടക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങൾ കാണാം. പിന്നെ സ്റ്റിയറിംഗ് വീലിലെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ക്രൂയിസ് കൺട്രോളുണ്ട്. അതുപോലെ തന്നെ മറ്റ് വോളിയം കൺട്രോളുള്ള കാര്യങ്ങളുണ്ട്. മറ്റു കാര്യങ്ങൾ അതിൻ്റെ എൻട്രി ലെവൽ മോഡലിൽ പോലും ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഈ വലിയ സ്ക്രീനും അത്തരം കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടെന്നുള്ളതാണ്, അത് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഫോൾഡ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് സ്ഥിരമായി കാണുന്ന പോലെ തന്നെ വാഹനം ഐഡിലടിക്കുമ്പോൾ ഓഫാകുന്ന ആ സംവിധാനം വേണമെങ്കിൽ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ സീറ്റൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട്, നല്ല സുഖമായ സീറ്റിംഗ് പൊസിഷനുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സീറ്റിലേക്ക് കയറുമ്പോൾ അവിടെയും കാണും ശ്യാമേ, അത് നോക്കിയോ, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അതാണ് ആ വെൻറ്റിലേറ്റഡ് സീറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. വളരെ സൗകര്യപ്രദമായ സ്ഥലത്ത് കൊടുത്തിരിക്കുന്നു. പിന്നെ ബാക്കി എന്താ, പിന്നെ കയറി ഇരുന്നിട്ടാകാം അല്ലേ. വളരെ ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോറാണ്, അതുകൊണ്ട് സുഖമായിട്ട് 3 പേർക്ക് ഇരിക്കാം, യാതൊരു ആക്ഷേപവും ഇല്ലാതിരിക്കാം. 3 പേരില്ലെങ്കിൽ സീറ്റ് നമുക്ക് ഇങ്ങനെ ഒരു ഹാൻഡ് റെസ്റ്റ് ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കാം. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഒരല്പം ചെരിഞ്ഞു കേട്ടോ, അല്പം ഉയർന്നിരിക്കേണ്ടായിരുന്നു. പിന്നെ ഇവിടെയും ഉണ്ട് വയർലെസ് ചാർജിങ് ഒരു പാഡ് എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യം. പിൻഭാഗത്തിരിക്കുന്നവർക്കും അത് കിട്ടുന്നുണ്ട്. പിന്നിലേക്ക് AC വെൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു എന്താ പറയണ്ടേ, നോട്ട് പാഡോ അല്ലെങ്കിൽ അത്തരം iPad അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ വേണം കണക്ട് ചെയ്യാം. അതിൽ പവർ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല അത് മൗണ്ട് ചെയ്യാനുള്ള സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗാഡ്ജറ്റൊക്കെ ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഇവിടെയാണ് ബോസ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം. അതായത് ഇവിടെ ഇരിക്കുന്ന ആൾക്ക്, ബാക്കി ഇരിക്കുന്ന ആൾക്ക് മുൻഭാഗത്തെ സീറ്റ് 4 തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അതിലുണ്ട്. അത് സ്ലാൻഡ് ചെയ്യാം, മുന്നിലേക്ക് നീക്കാം, അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്.
അത് ഏതായാലും തകർപ്പനായിട്ടുണ്ട്. അത് ഇലക്ട്രോണിക്കലി തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു സൺറൂഫിൻ്റെ പ്രയോജനം ഏറ്റവും ബാക്കി വരെ വരുന്നുണ്ട്. അതായത് തേർഡ് റോ സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് പോലും വേണമെങ്കിൽ കിട്ടാവുന്ന അത്രയും വലിയ വിശാലമായ സൺറൂഫ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഡോർ പാഡിൽ 2 ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന അത്രയും സ്പേസ് ഉണ്ട്. കൂടാതെ നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട്. ഇതൊന്നും കൂടാതെ ഇവിടെ നമുക്ക് മാനുവലി ഉയർത്തി വയ്ക്കാവുന്ന ഈ ഒരു സൺ ബ്ലൈൻഡ് അതും കൊടുത്തിട്ടുണ്ട്. എന്തായാലും സ്പേസിൻ്റെ ഒന്നും കാര്യത്തിൽ ഒട്ടും മോശമല്ല. ഈ സീറ്റ് ഞാൻ വളരെ പിന്നിലേക്കാണ് മാറ്റിയിട്ടിരിക്കുന്നത്, അത് മുന്നിലേക്കും എന്നിട്ടും ഇത്രയും സ്പേസൊക്കെ ഉണ്ട്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുമാണ്. സീറ്റിൻ്റെ കുഷനിങ് ഗംഭീരമായിട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. തന്നെയല്ല വളരെ പ്ലസൻ്റായ ഇൻറ്റീരിയറാണ്. അത് പ്രീമിയംനെസ്സും തോന്നുന്നുണ്ട്, അതോടൊപ്പം തന്നെ വളരെ പ്ലസൻറ്റുമാണ്. അപ്പോൾ നമുക്കിനി തേർഡ് റോ സീറ്റിൽ ഒന്ന് ഇരുന്ന് നോക്കാം. വലിയ സംഭവമൊന്നുമില്ല, എന്നാലും ഒന്ന് ഇരുന്ന് നോക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാ 7 സീറ്ററും പോലെ തന്നെ നമുക്ക് ഇവിടെ തൈ സപ്പോർട്ട് കുറവാണ്. കാലിങ്ങനെ അല്പം ഉയർത്തി വെച്ചിരിക്കണം. സ്പേസ് മോശമല്ല എന്ന് പറയാം, എങ്കിൽ പോലും അധികം സ്പേസ് ഒന്നുമില്ല. കുട്ടികൾക്ക് തന്നെയാണ് എപ്പോഴും പറ്റുക. ഏതായാലും പിൻഭാഗത്തിരിക്കുന്നവർക്ക് വേണ്ടി, തേർഡ് റോ സീറ്റുകാർക്ക് വേണ്ടി ഇവിടെ ഈ ഒരു AC-യുടെ ഫാനിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഉണ്ട് ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. മൊബൈലൊക്കെ വയ്ക്കാവുന്ന ചെറിയൊരു സ്പേസ്, കപ്പ് ഹോൾഡർ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം വളരെ മുന്നിലാണ്. സ്പീക്കർ പോലും ഉണ്ട് കേട്ടോ മേൽഭാഗത്ത്, അതൊക്കെ ഉണ്ട്. പിന്നെ വലിയ തരക്കേടില്ലാത്ത ആ ഒരു ഗ്ലാസ് വിൻഡോയും കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും സ്പേസ് എന്ന് പറയുന്നത് അത്രയധികം ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത്ര സുഖകരമായ ഒരു യാത്ര എന്തായാലും പിൻഭാഗത്തിരിക്കുന്നവർക്ക് കിട്ടില്ല. പിന്നെ കണ്ടില്ലേ എത്ര വിശാലമായ, എത്ര ഗംഭീരമായ ഇൻറ്റീരിയറാണ്, എത്ര പ്ലസൻ്റ് ആണെന്നുള്ള കാര്യം. അതൊക്കെ കണ്ട് സന്തോഷിച്ച് നമുക്കങ്ങ് തേർഡ് റോ സീറ്റിൽ ഇരിക്കാം. അപ്പോൾ നമ്മൾ രാജസ്ഥാനിലൂടെ ഏറ്റവും പുതിയ 7X ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. 7X ഓടിക്കുമ്പോൾ നമുക്ക് എൻജിൻ്റെ കാര്യത്തിലൊന്നും മാറ്റമില്ല, പ്ലാറ്റ്ഫോമിൽ മാറ്റമില്ലാത്തതുകൊണ്ട് കൃത്യമായും പഴയൊരു വാഹനം ഓടിക്കുന്ന ഫീലാണ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ റോഡിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴാണ് ഏറ്റവും പുതിയ സസ്പെൻഷൻ്റെ ഒരു മികവ് മനസ്സിലാകുന്നത്. സസ്പെൻഷൻ്റെ കാര്യത്തിൽ കുറേ മാറ്റങ്ങളാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഞാൻ പറയാം. എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ ഡ്രൈവബിലിറ്റി എന്ന് പറയുന്നത് പഴയ വാഹനത്തിൻ്റെ ഏതാണ്ട് സെയിം ഇത് തന്നെയാണ് തോന്നുക. അപ്പോൾ കണ്ടല്ലോ ഇവിടെ പല തരത്തിലുള്ള ഡ്രൈവ് മോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് മോഡ് ഓരോന്നാണെന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ സാപ്പിലാണ് കിടക്കുന്നത്. അതിൽ നിന്ന് സൂമാക്കി കസ്റ്റം. അപ്പോൾ ഇപ്പോൾ നമ്മൾ സിപ്പിലാണ്. സിപ്പ് കഴിഞ്ഞ് സാപ്പാകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ആക്സിലറേഷൻ കൂടുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. സൂമിലേക്ക് എത്തുമ്പോൾ പെട്ടെന്നാണ് ഇരച്ച് കയറി വരുന്നത്. ആക്സിലറേഷൻ്റെ ആ ഒരു പവർ ഇങ്ങനെ കയറി വരുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇത് കസ്റ്റമൈസ് ചെയ്യാനുള്ളതാണ്. എന്തായാലും പലതരത്തിലുള്ള ഡ്രൈവ് മോഡുകളുണ്ട്. ഇത് ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. പിന്നെ വേണ്ടത് അഡാസ് ഫീച്ചേഴ്സിൻ്റെ കാര്യമാണ്. അഡാസിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമാണ്. ഞാനിപ്പോൾ ഈ ലൈനൊക്കെ ഒന്ന് മാറുമ്പോൾ തന്നെ സ്റ്റിയറിങ്ങിന് ആ പിടുത്തം വരുന്നുണ്ട്. അഡാസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ വളരെ ശക്തമായിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സുമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയണമെന്നില്ല. എന്തായാലും നമ്മുടെ ഡ്രൈവിങ് സുഖകരമാക്കുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷേ എമർജൻസി ബ്രേക്കിൻ്റെ കാര്യം വരുമ്പോഴാണ് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ വാഹനം ബ്രേക്ക് ചെയ്യുന്ന ഇഷ്യൂ. അത് പലപ്പോഴും നമുക്ക് വരാറുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും അഡാസിൻ്റെ കാര്യത്തിൽ ഞാൻ തൃപ്തനാണെങ്കിലും ഇത് ഞാൻ മഹീന്ദ്രയുടെ കാര്യം മാത്രമല്ല പറയുന്നത്. മൊത്തത്തിൽ എമർജൻസി ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു അപകടം ഉണ്ടാക്കുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ സീറ്റിംഗ് പൊസിഷൻ ആയാലും അതുപോലെ തന്നെ വിസിബിലിറ്റി ആയാലും എല്ലാം തന്നെ അപാരം എന്നാണ് പറയുന്നത്. അത്രയും ഗംഭീരമായ വിസിബിലിറ്റി എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീലാണെങ്കിലും അതിൻ്റെ റെസ്പോൺസും വളരെ കൃത്യമാണ്. നല്ല പൊസിഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്.
നൂല് പിടിച്ച പോലെയാണ് പോകുന്നത്. ഒരു സ്ട്രൈറ്റ് ലൈൻ എബിലിറ്റി എന്ന് പറയുന്ന അങ്ങേയറ്റം, വളവുകൾ വീശുമ്പോഴും നല്ല രസകരമായ ഡ്രൈവ് സമ്മാനിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള ഈ രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ സ്ട്രൈറ്റ് റോഡിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നല്ല കാറ്റൊക്കെ ഉള്ള സമയമാണെങ്കിലും വളരെ സ്റ്റേബിളാണ് വാഹനം. അതുപോലെ തന്നെ നല്ല റോഡ് ഗ്രിപ്പുണ്ട്. 19 ഇഞ്ച് ടയേഴ്സ് കൃത്യമായിട്ടും റോഡിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്ത് പോകുന്നുമുണ്ട്. അപ്പോൾ സസ്പെൻഷൻ്റെ കാര്യത്തിൽ ലോകത്തിലാദ്യമായിട്ട് ഡാവിഞ്ചി ഡാംബർ സിസ്റ്റം എന്ന് പറയുന്ന സംഭവമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രോളിക് റീബൗണ്ട് സ്റ്റോപ്പർ വന്നിട്ടുണ്ട്. നമ്മൾ ഈ മുകളിലേക്ക് വാഹനം ഒന്ന് ചാടുമ്പോൾ എന്നിട്ട് വരുന്ന റീബൗണ്ടിനെ കൃത്യമായിട്ട് പിടിച്ചു നിർത്തുന്ന സംഭവം ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു ലോക ചരിത്രത്തിൽ ആദ്യം എന്നാണ് കമ്പനി മഹീന്ദ്ര അവകാശപ്പെടുന്നത്. കൂടാതെ മക്ഫേഴ്സൺ സ്ട്രട്ടാണ് മുൻഭാഗത്തുള്ള സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിലും പിൻഭാഗത്ത് മറ്റ് വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സെഗ്മെൻറ്റിലെ മറ്റ് വാഹനങ്ങളിൽ കോഡിയാക്ക് ഒഴിച്ച് മറ്റ് ഒരു വാഹനങ്ങളും ഇല്ലാത്ത രീതിയിൽ മൾട്ടി ലിങ്ക് സസ്പെൻഷനും കൊടുത്തിട്ടുണ്ട്. അതാണ് സസ്പെൻഷൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമെന്ന് പറയുന്നത്. അപ്പോൾ സസ്പെൻഷൻ്റെ കാര്യത്തിലെ ഈ മാറ്റം കൃത്യമായിട്ട് നമുക്ക് ഓഫ് റോഡിലാണ് അഭിനയിക്കല്ല അനുഭവിക്കാൻ കഴിയുന്നതെന്നാണ് പറയേണ്ടത്. എങ്കിൽ പോലും റോഡിലെ ചെറിയ ചെറിയ ചാട്ടങ്ങൾ പോലും ഒന്നും അറിയാത്ത രീതിയിൽ കൃത്യമായിട്ടും വാഹനം നമ്മളെ കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എഞ്ചിനിലേക്ക് പോകുകയാണെങ്കിൽ പെട്രോളുണ്ട്, ഡീസലുണ്ട്, രണ്ടിലും 6 സ്പീഡ് മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും കൊടുത്തിട്ടുണ്ട്. ഡീസലിൻ്റെ കാര്യത്തിൽ 2 സ്റ്റേറ്റ് ഓഫ് ട്യൂൺ ഉണ്ട്. 2.2 ലിറ്റർ എംഹോക്ക് എഞ്ചിൻ തന്നെയാണുള്ളതെങ്കിലും എൻട്രി ലെവൽ മോഡൽ 155 BSPയും ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 185 BSP ആണ്. 155, 185, 30 BSPയുടെ പവർ വ്യത്യാസമുണ്ട്. ക്ലാസ് റീഡിംഗ് ആണ് എന്ന് തന്നെ പറയുന്നത്. കാരണം ഹ്യുണ്ടായി അൽക്കസാർ പോലുള്ള വാഹനങ്ങളിലൊക്കെ 115 BSP 1.5 ലിറ്റർ ഡീസലാണെങ്കിൽ ഇത് 2.2 ആണെന്നുള്ളൊരു വ്യത്യാസമുണ്ട്. ടാറ്റ ഹാരിയറിലേക്കൊക്കെ പോവുകയാണെങ്കിലും അതിലും 170 BSP ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോഴും കൂടുതൽ പവർഫുൾ ഇത് തന്നെയാണ്. പക്ഷേ പെട്രോളിലേക്ക് വരുമ്പോൾ 2 ലിറ്റർ പെട്രോളാണ്, 200 BSP ആണ് അതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ഗംഭീരമായ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ കാര്യത്തിൽ മൈലേജ് വളരെ കുറവായിരിക്കും തീർച്ചയായിട്ടും. കാരണം 2 ടണ്ണോളം ഭാരമുള്ളൊരു വാഹനമാണിത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും മൈലേജ് കുറവായിരിക്കാനുള്ള സാധ്യതയാണ് അതിനുള്ളത്. പക്ഷേ ഡീസലിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കിയൊക്കെ ഉപയോഗിച്ചാൽ തരക്കേടില്ലാത്ത മൈലേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കാരണം നിങ്ങളൊക്കെ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് XUV 700. അതിലെ എഞ്ചിൻ തന്നെയാണ് ഇതിൽ. അത്തരം മറ്റു മാറ്റങ്ങളൊന്നും വരാത്തതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇനി സേഫ്റ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. പക്ഷേ AX7L എന്ന് പറയുന്ന ഈ വേരിയൻറ്റിൽ 7 എയർ ബാഗുണ്ട്. ഈ 6 എയർ ബാഗ് എന്ന് പറയുന്നത് എൻട്രി ലെവലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ കർട്ടൺ എയർ ബാഗ് പോലും ഉണ്ട്. അത് തേർഡ് റോ സീറ്റിൽ കർട്ടൺ എയർ ബാഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻട്രി ലെവൽ മോഡൽ 13.66 ലക്ഷം രൂപയുടെ മോഡലിൽ പോലും 6 എയർ ബാഗുകൾ, കർട്ടൺ എയർ ബാഗ്, പിന്നെ ഈ 3 സ്ക്രീൻ, അത്ര എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സിൻ്റെ കൂടുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ എന്നാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ NBS ലെവൽ അത് പക്കയാണ് കേട്ടോ. ഒരു തരത്തിലും ഒരു സൗണ്ട് ഉള്ളിൽ കിടക്കാത്ത രീതിയിൽ നമ്മളിപ്പോൾ പോകുന്നത് 50 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് സ്പീഡ് കടന്നു, ഒട്ടും ടയർ നോയ്സ് ഒന്നുമില്ല. എന്ന് തന്നെയല്ല ഈ ഒരു പുതിയ ഗ്ലാസ് പ്രൂഫ് എന്ന് പറയുന്നതും വളരെ സൗണ്ട് പ്രൂഫ് ആണെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ്. ചുരുക്കം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഇല്ലാത്ത ഒരു കാര്യവുമില്ല. നമ്മളൊക്കെ പണ്ടൊക്കെ ഈ ബെൻസ്, BMW, അതുപോലെ Audi തുടങ്ങിയ വാഹനങ്ങളൊക്കെ കാണുന്ന അന്തം വിട്ട് കുന്തം മുഴങ്ങി നോക്കിയിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഈ ഒരു വിലയ്ക്കുള്ള വാഹനങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. 30 ലക്ഷം രൂപ വില വരികയുള്ളൂ ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിന് ഓൺ റോഡ് എന്ന് പറയുമ്പോൾ ഒരു വിപ്ലവകരമായ മാറ്റമാണ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളുടെ കാര്യത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റവും നമ്മളെ അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. അപ്പോൾ എന്തായാലും മഹീന്ദ്ര വീണ്ടും പുതിയ സംഭവങ്ങളായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം കേട്ടത് 3XOയുടെ EV ആണ് കൊണ്ടുവരാൻ പോകുന്നത്. ഒരു ലോഞ്ച് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പടാന്നാണ് മഹീന്ദ്രയുടെ ഭാഗത്തുനിന്ന് വാഹനങ്ങൾ വരുന്നത്. അങ്ങനെ ടാറ്റ മോട്ടോഴ്സ് ഇനി മടിച്ച് നിൽക്കാൻ പറ്റില്ല, മാരുതിയും മടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ മഹീന്ദ്ര. അപ്പോൾ എന്തായാലും 7XO നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി വിലയിലേക്ക് പോകാം. പൂർണ്ണമായ വില ഇന്നലെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ 13.66 ലക്ഷം രൂപയിലാണ് AX എന്ന് പറയുന്ന 7 സീറ്റർ എൻട്രി ലെവൽ വേരിയൻ്റ് വില ആരംഭിക്കുന്നത്. അടുത്തത് 16.02 ആണ്, അത് AX3യുടെ 7 സീറ്റർ. പിന്നീട് 17.52 അത് AX5ൻ്റെ 7 സീറ്റർ. പിന്നെ AX7ൻ്റെ 7 സീറ്റർ എന്ന് പറയുന്നത് 18.48 ലാക്സ്. അങ്ങനെയാണ് വില വരുന്നത്. പിന്നെ അതിന് സൈഡിൽ കൂടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡീസൽ മാനുവലിൻ്റെ വില ആരംഭിക്കുന്ന 14.96 ലക്ഷം രൂപയിൽ.
അതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിലേക്ക് വരുമ്പോഴേക്കും 22.47. പക്ഷേ ഈ കാണുന്ന ഏറ്റവും അതിലും ടോപ്പിൻ്റെ മുകളിലത്തെ ടോപ്പിൻ്റെ കേട്ടോ AX7L എന്ന് പറയുന്നതിൻ്റെ വില 24.11 ലക്ഷം രൂപയാണ്. എക്സ്ഷോറൂം വിലയാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ 13,66,000 രൂപ തൊട്ട് 24,11,000 രൂപ വരെയുള്ള വിവിധങ്ങളായ 6 സീറ്റർ 7 സീറ്റർ ഡീസൽ മാനുവൽ പെട്രോൾ മാനുവൽ ഡീസൽ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് അങ്ങനെ ഇഷ്ടം പോലെ വേരിയൻസ് ആണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ളത്. എന്തായാലും മഹീന്ദ്രയുടെ കാര്യത്തിൽ ഒരു വമ്പൻ കുതിച്ചാട്ടമാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ. എക്സ്റ്റീരിയർ പോട്ടെ, ഇൻറ്റീരിയർ എന്ന് പറയുന്നത് അത്രയും മനോഹരമായ ഒരു ഇൻറ്റീരിയറാണ് ഇവർ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രതാപ് ബോസ് എന്ന് പറയുന്ന പുതിയൊരു ഡിസൈനറാണല്ലോ ഇപ്പോൾ ഡിസൈൻ ഹെഡ് എന്ന് പറയുന്നത്. പ്രതാപ് ബോസിൻ്റെ എല്ലാ ഐഡിയാസും ഒരുമിച്ച് നിങ്ങൾ കാണണമെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പ്രവേശിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ജയ്സാൽമീറിലെ ഈ ഒരു ചൂടും തണുപ്പും ചേർന്ന അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം. അപ്പോൾ വീഡിയോ ഉണ്ടാക്കുന്ന നന്ദി, ബൈ.